വിശദമായ വാർത്തയിലേക്ക്. കന്യാസ്ത്രീയെ ബലാത്സംഗം ചെയ്തെന്ന കേസിൽ ജലന്ധർ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ കുറ്റവിമുക്തൻ. കന്യാസ്ത്രീയുടെ പരാതി തള്ളിയ കോട്ടയം അഡീഷണൽ സെഷൻസ് കോടതി ഫ്രാങ്കോ മുളയ്ക്കലിനെ വെറുതെ വിട്ടു. ദൈവത്തിന് സ്തുതി എന്നായിരുന്നു വിധിയോടുള്ള ഫ്രാങ്കോ മുളയ്ക്കലിന്റെ പ്രതികരണം. ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിലെ അത്ഭുതകരമായ വിധിയെന്ന് വിമർശിച്ച അന്വേഷണ ഉദ്യോഗസ്ഥനായ കോട്ടയം മുൻ SP ഹരിശങ്കർ അപ്പീൽ പോകുമെന്നും അറിയിച്ചു. ബലാത്സംഗ പരാതിയിൽ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെ വെറുതെ വിടുന്നു. ഒറ്റ വരിയായിരുന്നു കോടതിയുടെ വിധി. 11 മണിക്ക് കോടതി ചേർന്ന മിനിറ്റുകൾക്കുള്ളിൽ ജി ഗോപകുമാർ വിധി പറഞ്ഞു. സന്തോഷം കൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അഭിഭാഷകരെ കെട്ടിപ്പിടിച്ച ഫ്രാങ്കോ മുളയ്ക്കൽ കോടതിയിൽ നിന്ന് പുറത്തേക്ക്. ദൈവത്തിൻ്റെ കോടതിയിലുള്ള വിധി ഭൂമിയിലെ കോടതിയിൽ വരട്ടെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ദൈവമുണ്ടെന്നും ദൈവത്തിൻ്റെ ശക്തി എന്താണെന്നും ലോകത്തിന് കാണിച്ചു കൊടുക്കാനുള്ളൊരു മിഷനറിയാണ് ഞാൻ. അതിന് ദൈവം അവസരം തന്നു. പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട് എന്ന് സാധാരണ ജാതി മതഭേദമെന്നെ എല്ലാവർക്കും മനസ്സിലായി. കേസന്വേഷണത്തിന് നേതൃത്വം നൽകിയ കോട്ടയം മുൻ SP ഹരിശങ്കർ കോടതി വിധിയെ രൂക്ഷമായാണ് വിമർശിച്ചത്. ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിലെ അത്ഭുതകരമായ വിധിയാണിത്. വിധി അംഗീകരിക്കില്ലെന്നും അപ്പീൽ നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു. വളരെ നിർഭാഗ്യകരമായിട്ടുള്ള ഒരു വിധിയാണ്. സുപ്രീം കോടതിയും ഹൈക്കോടതിയും തന്നെ ഒരു റേപ്പ് കേസിനെ അനലൈസ് ചെയ്യുമ്പോൾ എന്തൊക്കെ മാനദണ്ഡങ്ങളാണ് പാലിക്കേണ്ടതെന്ന് വ്യക്തമായിട്ടുള്ള വിധിന്യായങ്ങൾ നിലനിൽക്കുകയും കൂടി ചെയ്യുന്ന സാഹചര്യത്തിൽ ആണ് ഈ ജഡ്ജ്മെൻറ്റിനെ നമ്മൾ നോക്കിക്കാണുന്നത്. വളരെ ഞെട്ടലോടെ ഞങ്ങൾ ഈ വിധിയെ നോക്കിക്കാണുന്നു. ഇത്തരം ആളുകൾ ആജീവനാന്തകാലം നിശബ്ദരായിരിക്കണമെന്നാണ് നമ്മൾ ഈ വിധിയിലൂടെ പറയുന്നതെങ്കിൽ അത് സമൂഹത്തിന് തന്നെ കൊടുക്കുന്ന ഒരു തെറ്റായ സന്ദേശമായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റാത്ത വിധിയാണ്. തീർച്ചയായിട്ടും അപ്പീൽ പോവും. പബ്ലിക് പ്രോസിക്യൂട്ടർ ജിതേഷ് ബാബുവും അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന DYSP K സുഭാഷും ഞെട്ടലോടെയാണ് വിധിയെ സ്വീകരിച്ചത്. കോടതി കണ്ടെത്തിയത് എന്ത് കാര്യങ്ങളാണ് കണ്ടെത്തിയെന്നുള്ളത്, ഏത് ഘടകങ്ങളാണ് കണ്ടെത്തിയെന്നുള്ളത് ജഡ്ജ്മെന്റ് കിട്ടിയതിന് ശേഷം മാത്രമേ. ഒരു സാക്ഷി പോലും പ്രോസിക്യൂഷനെതിരായിട്ട് പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ് ഈ വിധി വന്നതെന്ന് പഠിച്ചിട്ട് പറയാനാണ്. ഒരിക്കലും ഇങ്ങനെ ഒരു വിധി പ്രതീക്ഷിച്ചില്ല. കോടതി വിധിയെ ജലന്ധർ രൂപത സ്വാഗതം ചെയ്തു. ബിഷപ്പിനൊപ്പം നിന്നവർക്ക് നന്ദി അറിയിക്കുന്നുവെന്ന് വാർത്താക്കുറിപ്പിൽ രൂപത പ്രതികരിച്ചു. കോടതി വിധി വന്ന മിനിറ്റുകൾക്കുള്ളിലായിരുന്നു ജലന്ധർ രൂപതയുടെ വാർത്താക്കുറിപ്പ്. കുറവലങ്ങാട്ടെ മഠത്തിൽ 2014 മുതൽ 16 വരെ 13 തവണ പീഡിപ്പിച്ചെന്നായിരുന്നു കന്യാസ്ത്രീയുടെ പരാതി. പൊതുസമൂഹം ഏറെ ചർച്ച ചെയ്ത കേസിലാണ് ഉന്നതനായ പ്രതിയെ കീഴ്ക്കോടതി വെറുതെ വിടുന്നത്. കേസിന്റെ ഭാവി ഇനി എന്ത് എന്ന ചോദ്യമാണ് ഇതോടെ ഉയരുന്നത്. ഇമ്മാനുവൽ തോമസിനൊപ്പം G ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. പണത്തിനും സ്വാധീനത്തിനും മുന്നിൽ കേസ് അട്ടിമറിക്കപ്പെട്ടതായി കുറുവലങ്ങാട് മഠത്തിലെ കന്യാസ്ത്രീകൾ. വിധിക്കെതിരെ മേൽക്കോടതിയെ സമീപിക്കുമെന്ന് സിസ്റ്റർ അനുപമ പറഞ്ഞു. ജുഡീഷ്യറിയിൽ നിന്നും നീതി ലഭിച്ചില്ലെന്ന് വ്യക്തമാക്കിയ കന്യാസ്ത്രീകൾ മഠത്തിൽ താമസിച്ച് തന്നെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും അറിയിച്ചു. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള വിധി വന്ന ശേഷം തികഞ്ഞ നിശബ്ദതയായിരുന്നു ആദ്യം കുറുവിലങ്ങാട് മഠത്തിൽ. പിന്നീട് വൈകാരികമെങ്കിലും ഉറച്ച നിലപാടുകളോടെ കന്യാസ്ത്രീകൾ മാധ്യമങ്ങളെ അഭിമുഖീകരിച്ചു. തീർച്ചയായിട്ടും ഞങ്ങൾ മരിക്കേണ്ടി വന്നാലും ഞങ്ങൾ സിസ്റ്ററിന് നീതി കിട്ടുന്നതുവരെ ഞങ്ങൾ പോരാടും. അപ്പീൽ പോകുമെന്നുള്ളത് മാത്രമേ ഞങ്ങൾക്ക് ഇപ്പോൾ പറയാൻ പറ്റത്തുള്ളൂ. ഞങ്ങളൊരിക്കലും ഇങ്ങനത്തെ ഒരു വിധി പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ വിധിനെ ഞങ്ങൾ വിശ്വസിക്കുന്നുമില്ല. അന്വേഷണ സംഘത്തിൽ പൂർണ്ണ വിശ്വാസം പ്രകടിപ്പിക്കുമ്പോഴും ബിഷപ്പ് ഫ്രാങ്കോയുടെ പണവും സ്വാധീനവും കേസിനെ ബാധിച്ചതായി അവർ ആരോപിച്ചു. ബിഷപ്പ് ഫ്രാങ്കോയ്ക്ക് ആവശ്യത്തിന് പണവും ആവശ്യത്തിന് സ്വാധീനവും ഉള്ളൊരു വ്യക്തി തന്നെയാണ്. അതുകൊണ്ട് ആ ഒരു പണത്തിന്റെയും സ്വാധീനത്തിന്റെയും പുറമെയാണ് ഇതെല്ലാം സംഭവിച്ചതെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. മഠത്തിൽ ഒട്ടും സുരക്ഷിതരല്ലെങ്കിലും അവിടെ തന്നെ താമസിച്ച് പോരാട്ടം തുടരും. അറിയാലോ, കന്യാസ്ത്രീ മഠമാണ്. അതിനകത്ത് പലതും സംഭവിക്കുന്നത് പോലും ഞങ്ങൾക്ക് പോലും വെളിപ്പെടുത്താൻ പറ്റത്തില്ലാത്ത കാര്യങ്ങളായിരിക്കും. ഞങ്ങളുടെ കൂടെ നിന്ന എല്ലാ നല്ലവരായ മനുഷ്യർക്കും ഞങ്ങൾക്ക് നന്ദി മാത്രമേ പറയാനുള്ളൂ. ഇനി ഞങ്ങളുടെ യാത്രയിൽ അവർ ഞങ്ങളോടൊപ്പം ഉണ്ടാവുമെന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെ പോരാട്ടം തുടരും. അപ്രതീക്ഷിതമായി വന്ന വിധിയുടെ ഞെട്ടലിലാണ് കുറുവിലങ്ങാട് മഠത്തിലെ കന്യാസ്ത്രീകൾ. വിധി നിരാശാജനകമാണെങ്കിലും ഇരയാക്കപ്പെട്ട തങ്ങളുടെ സഹപ്രവർത്തകയ്ക്കൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് കരുത്തരായ സ്ത്രീകൾ വ്യക്തമാക്കുന്നു. കോട്ടയം കുറുവിലങ്ങാട് നിന്നും ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ സ്കൂളുകൾ വീണ്ടും അടയ്ക്കുന്നു. ഈ മാസം 21 മുതൽ 9ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് റെഗുലർ ക്ലാസ് ഉണ്ടാകില്ല. 2 ആഴ്ചയാണ് നിയന്ത്രണം.
TPR 30-ന് മുകളിലുള്ള ജില്ലകളിൽ പൊതുപരിപാടികൾ അനുവദിക്കില്ല. രോഗവ്യാപനം തീവ്രമാകുന്ന ഘട്ടത്തിൽ സമരം ചെയ്യുന്ന ഡോക്ടർമാരോട് വിട്ടുവീഴ്ച വേണ്ടെന്ന് മുഖ്യമന്ത്രി അവലോകന യോഗത്തിൽ നിലപാടെടുത്തു. 1 മുതൽ 9 വരെയുള്ള ക്ലാസ്സുകാർക്ക് വീണ്ടും ഓൺലൈൻ ക്ലാസ് തുടങ്ങും. 21-ന് ശേഷം 2 ആഴ്ച 9ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സ്കൂളിൽ വരേണ്ടതില്ല. 10, +1, +2 ക്ലാസുകൾ ഇപ്പോൾ നടക്കുന്നതുപോലെ തുടരും. ഇവർക്ക് വാക്സിനേഷൻ ഉള്ളതിനാലാണ് ക്ലാസുകൾ ഇപ്പോഴത്തേതുപോലെ തുടരുന്നത്. വാക്സിനേഷൻ ക്യാമ്പുകൾ സ്കൂളുകളിലും തുടങ്ങും. ഫെബ്രുവരി 2ാം വാരം ഇത് തുടരണമോ എന്ന് വീണ്ടും പരിശോധിക്കും. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ക്ലസ്റ്ററുകൾ രൂപപ്പെട്ടാൽ 2 ആഴ്ച വരെ അടച്ചിടാൻ പ്രിൻസിപ്പൽമാർക്ക് അധികാരം നൽകും. കോവിഡ് വ്യാപനമുള്ള ക്ലസ്റ്ററുകൾ കണ്ടെത്തി ആവശ്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തി. സർക്കാർ ഓഫീസുകളിൽ ജോലി ചെയ്യുന്ന ഗർഭിണികൾക്ക് വർക്ക് ഫ്രം ഹോം അനുവദിക്കും. സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സഹകരണ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ എല്ലാ ഔദ്യോഗിക ചടങ്ങുകളും ഓൺലൈനായി നടത്തും. TPR 20-ൽ കൂടുതലുള്ള ജില്ലകളിൽ സാമൂഹ്യ സാംസ്കാരിക സാമുദായിക പരിപാടികളും വിവാഹ മരണാനന്തര ചടങ്ങുകളും ഇപ്പോഴത്തേതുപോലെ 50 പേരായി നിജപ്പെടുത്തും. കൂടുതൽ പേർ പങ്കെടുക്കണമെങ്കിൽ പ്രത്യേക അനുമതി വാങ്ങണം. TPR 30-ന് മുകളിൽ പോയാൽ പൊതുപരിപാടികൾ നടത്താൻ അനുവാദമുണ്ടായിരിക്കില്ല. ഓൺലൈൻ വ്യാപാരം പ്രോത്സാഹിപ്പിക്കും. ശബരിമലയിൽ ജനുവരി 16-ന് ശേഷം ദർശനം നിയന്ത്രിക്കും. എത്ര പേർക്ക് ദർശനം നടത്താമെന്നുള്ളത് തുടർ ചർച്ചകൾക്ക് ശേഷം തീരുമാനിക്കും. സ്കൂളുകളിലെ നിയന്ത്രണം സംബന്ധിച്ച് വിദ്യാഭ്യാസ വകുപ്പ് പ്രത്യേക മാർഗനിർദ്ദേശം പുറത്തിറക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. സംസ്ഥാനത്ത് 16,338 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. തിരുവനന്തപുരത്ത് 3,556, എറണാകുളത്ത് 3,198 രോഗികളുടെ എണ്ണം. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 68,971 സാമ്പിളുകളാണ് പരിശോധിച്ചത്. TPR നിരക്ക് 23.68%. 20 മരണം കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചു. മുൻപ് പട്ടികയിൽ ഉൾപ്പെടുത്താത്ത 179 മരണം കൂടി കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചു. ചികിത്സയിലായിരുന്ന 3,848 പേർക്ക് കൂടി രോഗം ഭേദമായി. രാജ്യത്ത് കോവിഡ് രോഗികളുടെ പ്രതിദിന എണ്ണം 2.5 ലക്ഷം കടന്നു. 2,64,202 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. പ്രതിദിന ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 14.78% ഉയർന്നു. ഒമിക്രോൺ സ്ഥിരീകരിച്ചവരുടെ എണ്ണം 5,752. സർവകലാശാല വിവാദങ്ങൾക്കിടെ ഗവർണറോട് അനുനയ നീക്കവുമായി മുഖ്യമന്ത്രി. ഗവർണറെ ഫോണിൽ വിളിച്ച് മുഖ്യമന്ത്രി സംസാരിച്ചു. ചാൻസലറായി തുടരണമെന്നും മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു. ചികിത്സയ്ക്കായി വിദേശത്ത് പോകുന്ന കാര്യവും അദ്ദേഹം ഗവർണറെ അറിയിച്ചു. മുഖ്യമന്ത്രിയുടെ ഫോൺ വിളിയോട് ഗവർണർ അനുകൂലമായാണ് പ്രതികരിച്ചതെന്നാണ് സൂചന. നാളെയാണ് മുഖ്യമന്ത്രി വിദേശത്ത് പോകുന്നത്. CPM-ൽ സമ്മേളനകാലം. പോലീസ് പിടിച്ചുപറിക്കാരായി മാറിയെന്ന് CPM തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ വിമർശനം. കോവിഡ് കാലത്ത് വളയൂരി നൽകിയ പോലീസുകാരിയിൽ നിന്ന് റെയിൽവേ ട്രാക്കിൽ മരിച്ചയാളുടെ ഫോൺ അടിച്ചുമാറ്റുന്നവരായി പോലീസ് മാറിയെന്ന് പ്രതിനിധികൾ വിമർശിച്ചു. ഇന്ന് ചർച്ചയിൽ പങ്കെടുത്ത 18 ഏരിയയിൽ നിന്നുള്ള പ്രതിനിധികളും പോലീസിനെ വിമർശിച്ചു. RSSകാർക്ക് യഥേഷ്ടം സഹായം ലഭിക്കുന്നു. പ്രത്യേക പരിഗണന വേണ്ടെങ്കിലും CPM പ്രവർത്തകർക്ക് ന്യായമായ പരിഗണന വേണമെന്നും പ്രതിനിധികൾ പറഞ്ഞു. SDPI വളർച്ചയെ പ്രതിരോധിക്കാനാകുന്നില്ലെന്നും പൊതു ചർച്ചയിൽ വിമർശനമുയർന്നു. ദത്ത് വിവാദത്തിലും PSC കോപ്പിയടിയിലും CPM തിരുവനന്തപുരം ജില്ലാ നേതൃത്വത്തെ വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഈ വിഷയങ്ങളിൽ ശരിയായ നിലപാട് സ്വീകരിക്കാനായോ എന്ന് പരിശോധിക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. വിഭാഗീയത ഇല്ലാതായെങ്കിലും ചിലർ തുരുത്തുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതായി ചൂണ്ടിക്കാട്ടിയ മുഖ്യമന്ത്രി ഇത് അംഗീകരിക്കാനാകില്ലെന്നും വ്യക്തമാക്കി. അതേസമയം ഒരു പഞ്ചായത്തിൽ പോലും ജയിക്കാനാകാത്ത പാർട്ടിയാണ് CPI എന്ന് സമ്മേളനത്തിൽ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നു. പ്രതിനിധി സമ്മേളനത്തിന്റെ ഉദ്ഘാടനത്തിന് ശേഷം പ്രതിനിധികളെ അഭിസംബോധന ചെയ്തപ്പോഴാണ് ജില്ലയിലെ സംഘടനാ വീഴ്ചകളിലെ അതൃപ്തി മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. PSC കോപ്പിയടി, SC/ST ഫണ്ട് തട്ടിപ്പ്, നഗരസഭയിലെ നികുതി വെട്ടിപ്പ്, അനുപമയുടെ കുഞ്ഞിന്റെ ദത്തുവിവാദം എന്നിവ എടുത്തു പറഞ്ഞായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗം. ഈ വിഷയങ്ങളിൽ ശരിയായ നിലപാട് സ്വീകരിക്കാനായോ എന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. വിഭാഗീയതയ്ക്കെതിരെയും മുഖ്യമന്ത്രി മുന്നറിയിപ്പ് നൽകി. വിഭാഗീയ തുരുത്തുകളുണ്ടാക്കാനുള്ള ചിലരുടെ ശ്രമം അംഗീകരിക്കില്ലെന്നായിരുന്നു മുന്നറിയിപ്പ്. ഫേസ്ബുക്കിൽ ആളെ കൂട്ടലല്ല സംഘടനാ പ്രവർത്തനം. ഫേസ്ബുക്ക് വ്യക്തി ആരാധനയ്ക്ക് ഉപയോഗിക്കരുതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. CPIക്കെതിരെ പ്രവർത്തന റിപ്പോർട്ടിൽ രൂക്ഷ വിമർശനമുണ്ട്. ഒരു പഞ്ചായത്ത് വാർഡിൽ പോലും ജയിക്കാനാകാത്ത പാർട്ടിയാണ് CPI. എന്നാൽ പലയിടത്തും CPM-നെ തോൽപ്പിക്കാൻ കഴിയുമെന്ന വിശ്വാസം അവർക്കുണ്ട് എന്നാണ് പരാമർശം.
നഗരമേഖലയിലും ചിറയൻകീഴ് താലൂക്കിലും BJP മുന്നേറ്റമുണ്ടെന്നും റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകുന്നു. പ്രവർത്തന റിപ്പോർട്ടിൽ മുൻ MP A. സമ്പത്തിനെതിരെ വിമർശനമുണ്ട്. സംഘടനാ പ്രവർത്തനത്തിൽ വേണ്ട ശ്രദ്ധ കാണിക്കുന്നില്ലെന്നാണ് സമ്പത്തിനെതിരായ വിമർശനം. ന്യൂസ് 18 തിരുവനന്തപുരം. വീരമണിക്കൊപ്പം പാട്ടുപാടി പത്തനംതിട്ട കളക്ടർ. കാണാം ഇടവേളയ്ക്ക് ശേഷം. ദർശന പുണ്യവുമായി ഭക്തസഹസ്രങ്ങൾ. കോവിഡ് പ്രതിസന്ധിക്കിടയിലും മല കയറിയെത്തിയ ഭക്തസഹസ്രങ്ങൾക്ക് ദർശന പുണ്യമേകി ശബരിമലയിൽ മകരജ്യോതി ദർശനം. ഈ സീസണിലെ ഏറ്റവും വലിയ ഭക്തജന തിരക്കിനാണ് സന്നിധാനം സാക്ഷ്യം വഹിച്ചത്. സന്നിധാനം ശരണമന്ത്രങ്ങളാൽ മുഖരിതമായിരിക്കെ വൈകിട്ട് 6:50 പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിഞ്ഞത്. പന്തളം കൊട്ടാരത്തിൽ നിന്നും എത്തിച്ച തിരുവാഭരണങ്ങൾ ചാർത്തിയുള്ള ദീപാരാധനയ്ക്ക് പിന്നാലെയായിരുന്നു ജ്യോതി ദർശനം. കോവിഡ് കാലത്തെ ഏറ്റവും വലിയ ഭക്തജന സാന്നിധ്യമാണ് മകരവിളക്ക് ദിനത്തിൽ ശബരിമലയിൽ ദൃശ്യമായത്. സന്നിധാനത്തും പമ്പയിലും മറ്റിടങ്ങളിലുമായി 75,000-ഓളം ഭക്തർ മകരജ്യോതി ദർശിച്ചതായാണ് കണക്ക്. പന്തളം കൊട്ടാരത്തിൽ നിന്നും പരമ്പരാഗത കാനനപാത താണ്ടിയെത്തിയ തിരുവാഭരണ പേടകത്തിന് നേരത്തെ ശരംകുത്തിയിൽ ദേവസ്വം ജീവനക്കാരും പോലീസും ചേർന്ന് വരവേൽപ്പ് നൽകി. ആഘോഷമായി സന്നിധാനത്തേക്ക് പേടകങ്ങൾ എത്തിച്ചു. സന്നിധാനത്ത് കൊടിമരച്ചുവട്ടിൽ തിരുവാഭരണ പേടകങ്ങൾ മന്ത്രി K. രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ ദേവസ്വം അധികൃതർ സ്വീകരിച്ചു. തുടർന്ന് തന്ത്രിയും മേൽശാന്തിയും തിരുവാഭരണം ഏറ്റുവാങ്ങി അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തി. ഉച്ചയ്ക്ക് 2:29 മകരസംക്രമ പൂജ നടന്നു. തിരുവിതാംകൂർ രാജകുടുംബം എത്തിച്ച നെയ്യുപയോഗിച്ചായിരുന്നു അഭിഷേകം. മകരവിളക്കിന് ശേഷം തിരികെ പോകുന്ന ഭക്തർക്കായി പോലീസും KSRTCയും പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് 18 സന്നിധാനം. മകരവിളക്ക് ഉത്സവത്തിനിടെ പമ്പയിൽ പ്രശസ്ത ഗായകൻ വീരമണി രാജുവിനൊപ്പം അയ്യപ്പ ഭക്തിഗാനം പാടി പത്തനംതിട്ട ജില്ലാ കളക്ടർ ദിവ്യ S. അയ്യർ. വീരമണിയുടെ പ്രശസ്ത തമിഴ് ഭക്തിഗാനമായ പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് എന്ന ഗാനമാണ് ഇരുവരും ചേർന്ന് പാടിയത്. സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ കാർത്തികമാസം ആലയണിந்து ஏத்தியாகவே விரதமிருந்து பார்த்த சாரதி மைந்தனே உன்னை பார்க்க வேண்டிய தவம் இருந்தோம் திருமொழி எடுத்து எருமேறி வந்து ஒருமனதாகி கேட்டை துள்ளி அருமை நண்பனாம் காவரை தொழுது ஐயனின் அருள்மலை ஏறிடுவார். ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള വിധി പകർപ്പ് പുറത്ത്. ഫ്രാങ്കോക്കെതിരായ കുറ്റങ്ങൾ തെളിയിക്കാനായില്ലെന്ന് കോടതി. ശാസ്ത്രീയ തെളിവുകൾ ഹാജരാക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു. സാക്ഷിമൊഴികൾക്കപ്പുറത്തേക്ക് തെളിവുകൾ കണ്ടെത്താനായില്ലെന്നും 287 പേജുള്ള വിധിന്യായത്തിൽ പറയുന്നു. വിവരങ്ങളുമായി G. ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, ഈ ജഡ്ജ്മെന്റിന് വേണ്ടിയാണ് കാത്തിരുന്നത് ഇന്നത്തെ ദിവസം. എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ പറയുന്നത്? വലിയ ജഡ്ജ്മെന്റ് ആണ്. ഏതാണ്ട് 287 പേജുണ്ട്. അതിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ ഇത് തന്നെയാണ്. അതായത് ഈ ഫ്രാങ്കോയ്ക്കെതിരായ കുറ്റങ്ങൾ തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് കോടതി വിശദീകരിക്കുന്നത്. ശാസ്ത്രീയ തെളിവുകൾ ഹാജരാക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെടുകയാണ് ചെയ്തത്. സാക്ഷിമൊഴികൾ മാത്രമാണുള്ളത്. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും തരത്തിലുള്ള തെളിവുകൾ, ഈ ബലാത്സംഗം സ്ഥിരീകരിക്കുന്നതിനാവശ്യമായ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കാൻ, കോടതിയിൽ മുന്നിലേക്ക് കൊണ്ടുവരാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല
എന്നും പറയുന്നു. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വിശദീകരണം വിലയിരുത്തൽ കോടതി നടത്തുന്നത് കന്യാസ്ത്രീയുടെ മൊഴിയിൽ തന്നെ പലയിടത്തും ചില വൈരുദ്ധ്യങ്ങൾ കാണാനുണ്ട്. ഈ കേസിന്റെ ഒരു ബലാത്സംഗം എന്നൊരു കേസാണിത്, പക്ഷെ അതിന്റെ ഒരു അടിത്തറ അത്രത്തോളം ഭദ്രമായ ഒരു കേസല്ല എന്നതാണ് കോടതിയുടെ ഒരു വിലയിരുത്തലായി പറയുന്നത്. സാക്ഷിമൊഴികൾ പലതും ചേർന്ന് പോകുന്നതല്ല എന്നൊരു വിലയിരുത്തൽ കൂടി നടത്തുകയാണ്. ഒരുപക്ഷെ നേരത്തെ പ്രതിഭാഗം അഭിഭാഷകനൊക്കെ പറഞ്ഞതുപോലെ ഈ മൊഴികളെ മാത്രം മൊഴികളെ വിശ്വസിക്കുന്നില്ല കോടതി എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിലയിരുത്തൽ തന്നെയാണ് ഈ കോടതിയും നടത്തുന്നത്. വളരെ വിശദമായ വിധി പകർപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഏതാണ്ട് 287 പേജുണ്ട്. ഇന്ന് കോടതി ഉത്തരവിട്ട ശേഷം പലതവണ ഈ തിരുത്തലുകളൊക്കെ വരുത്തിയ ശേഷമാണ് ഇപ്പോൾ കോടതിയുടെ വെബ്സൈറ്റിൽ തന്നെ ഈ ഒരു വിധി പകർപ്പ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ വിധി പകർപ്പ് പൂർണ്ണമായും പഠിച്ച ശേഷമായിരിക്കും തുടർ നടപടി എന്നാണ് കന്യാസ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കിയിരിക്കുന്നത്. ശാസ്ത്രീയ തെളിവുകൾ ഹാജരാക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു എന്നാണ് ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള വിധി പകർപ്പിൽ പറയുന്നത്. വിധി പകർപ്പ് ന്യൂസ് 18 ലഭിച്ചിരിക്കുന്നു. ജി ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ വധഭീഷണി മുഴക്കിയെന്ന കേസിൽ നടൻ ദിലീപിന്റെ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്നത് ഹൈക്കോടതി ചൊവ്വാഴ്ചത്തേക്ക് മാറ്റി. സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ മൊഴി പരിശോധിക്കണമെന്ന് കോടതി നിലപാടെടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ദിലീപിനെ അറസ്റ്റ് ചെയ്തെന്ന നിർദ്ദേശം അതുവരെ തുടരും. SFI പ്രവർത്തകൻ ധീരജിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. മങ്കുവ തെള്ളിത്തോട് സ്വദേശി ജസിൻ ജോയിയാണ് അറസ്റ്റിലായത്. പ്രതികളെ രക്ഷപ്പെടാൻ സഹായിച്ചത് ജസിനാണ്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 5 ഇന്നലെ കീഴടങ്ങിയ 2 പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. KSU ജില്ലാ നേതാക്കളായ തേക്കിലക്കാട്ട് ടോണി, ഉപ്പുമാക്കൽ ജിതിൻ എന്നിവരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. സംയുക്ത സൈനിക മേധാവി ജനറൽ ബിപിൻ റാവത്ത് ഉൾപ്പെടെയുള്ളവർ വീരമൃത്യു വരിച്ച ഹെലികോപ്റ്റർ അപകടം അട്ടിമറിയല്ലെന്ന് അന്വേഷണ റിപ്പോർട്ട്. ഹെലികോപ്റ്ററിന്റെ സാങ്കേതിക തകരാറല്ല അപകടത്തിന് കാരണമെന്നും സംയുക്ത സൈനിക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പെരിന്തൽമണ്ണയിലെ നവീകരിച്ച ഷോറൂം ഉദ്ഘാടനം ചെയ്തു. പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങൾ, ശബരിമല മുൻ മേൽശാന്തി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, ഫാദർ ഡെന്നി ചോലപ്പള്ളിൽ എന്നിവർ സംയുക്തമായാണ് ഉദ്ഘാടനം ചെയ്തത്. പെരിന്തൽമണ്ണ MLA നജീബ് കാന്തപുരം, ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ C മായിൻകുട്ടി, കോർപ്പറേറ്റ് ഹെഡ് അബ്ദുൾ ജലീൽ, സോണൽ ഹെഡ് ജാവേദ് മിയാൻ, സ്റ്റോർ ഹെഡ് AT അബ്ദുൾ നാസർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു.